ദിവസമായി പോയി ഇന്ന്. എറർ ഹാൻഡ്ലറിൻ്റെ വല്ലാത്തൊരു ദിവസം. ഇന്ന് ഇന്ന് ആകെ ഒരു വൃത്തികെട്ടൊരു ദിവസമായിരുന്നു എല്ലാം കൊണ്ടും. ഇനി മഞ്ഞപ്പത്തുള്ളവരെല്ലാം മഞ്ഞായിട്ട് കാണുന്നുള്ളൂ എന്നൊരു അസുഖം എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല, കുറേയൊക്കെ അതിൽ സത്യങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടം നടന്നു പോകുന്നതും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലാണ് ഒരു സമയത്ത് ഡ്രൈവ് ചെയ്യണ സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ എത്ര തന്നെ മാന്യത പുലർത്തിയാലും ഇവിടുത്തെ ആൾക്കാർ കാണിക്കുന്ന ചില ചെറ്റത്തരങ്ങളുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. മനസ്സിലാവണ്ട. ഇപ്പം അവരുടെ ഭാഗത്ത് തെറ്റാണെന്നുണ്ടെങ്കിലും അവർ നമ്മൾ ചീത്ത പറയുന്ന ഒരു അവസ്ഥയാണ് അത്. നമ്മൾ മാന്യമായിട്ട് വണ്ടി ഓടിച്ചാലും എല്ലാവിധ നിയമങ്ങളും പാലിച്ച് വണ്ടി ഓടിച്ചാലും അവർക്ക് അവരുടേതായ ഒരു തെണ്ടിത്തരങ്ങളുണ്ട്. അതിൽ നമ്മൾ പെട്ടുപോകും. എന്നിട്ട് അവർ നമ്മൾ ചീത്ത പറയും. എന്നാൽ അവരുടെ ഭാഗത്ത് തരുന്നുണ്ടെങ്കിൽ അതവർ സമ്മതിക്കാത്തുമില്ല. അങ്ങനെ വേറെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോണ വഴിക്ക് ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ ബസ് ഇറങ്ങി വന്നു. ഞാൻ ബസ് ഇറങ്ങി വന്നിട്ട് നോർമലി ഒരു 100-150 മീറ്റർ നടന്നാൽ ഒരു എന്താ പറയുക, ഒരു സിഗ്നൽ ഉണ്ട്. എനിക്ക് അവിടെ വെയിറ്റ് ചെയ്ത് എനിക്ക് സുഖമായിട്ട് എനിക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എൻ്റെ ഒപ്പം തന്നെ ബസ് ഇറങ്ങി ഒരുത്തൻ ചെയ്ത പരിപാടി, ബസ് ഇറങ്ങി ബസ്സിൻ്റെ ഫ്രണ്ടേ കൂടെ റോഡ് ക്രോസ് ചെയ്തതാണ്. എന്തോ അവൻ്റെ ഭാഗ്യമാണ്, അവൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണെന്ന് അറിയില്ല, അടിച്ചു കൊണ്ടതാണ്. അതും അതും നമ്മുടെ നാട്ടുകാരൻ, പ്രത്യേകിച്ച് അവൻ നോർത്ത് ഇന്ത്യക്കാരൻ. അവനെ ഞാൻ സ്ഥിരം കാണാറുള്ളതാണ്. കാരണം ഞാൻ പോണ വഴിയിൽ അവനെ കാണാറുണ്ട്. അവൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് അവനും വർക്ക് ചെയ്യണേ. അവിടെ നാറ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. അപ്പം ഈ മാതിരിയുള്ള തെണ്ടിത്തരങ്ങൾ കാണുമ്പോൾ ഓരോ ദിവസങ്ങളും നമ്മൾ കാണുന്ന അതുപോലെ ഒരു ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ ജോലിക്ക് ഇതുപോലെ ഒരു ബസ്സിൽ നിന്നിട്ട് കണ്ടൊരു പരിപാടിയാണ്. ഒരു പെണ്ണ് ഒരു റൗണ്ട് ബോട്ട് ക്രോസ് ചെയ്തതാണ്. റൗണ്ട് ബോട്ട് നേരെ അങ്ങടെ ഒരു വൃത്തം നേരെ നടുകെ കീറി അവൾ അങ്ങോട്ട് ക്രോസ് ചെയ്തു, റൗണ്ട് ബോട്ടിൻ്റെ സെൻറ്ററിൽ കൂടെ. എന്നിട്ട് അവളുടെ നേരെ നോക്കി ഹോൺ അടിച്ച ഒരു മാൾട്ടീസുകാരൻ്റെ മേലെ അവള് നടുവിരല് നമസ്കാരം കാണിച്ചിട്ട് അവൾ പോയി. എന്തൊരു വലിയ കഴപ്പാണുള്ളത്. ഇമാതിരിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ യൂറോപ്പിൽ. അത് നമ്മുടെ നാട്ടുകാരുടെ ഓരോ ഗുണത്തരങ്ങൾ മനസ്സിലാവണ്ട. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതൊന്നും കാണാനിട്ടാണോ ന്യൂസ് വായിക്കാനിട്ടാണോ ഒന്നും അറിയില്ല. ആർക്കും ന്യൂസ് കാണണ്ട, ഇൻസ്റ്റാഗ്രാമിലെ റീൽസും അല്ലെങ്കിൽ ടിക്ടോക്ക് ഇമാതിരിയുള്ള കാട്ടായങ്ങൾ മാത്രമാണ് അവർ കാണാറ്. ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് നടക്കണേ ഈ ലോകത്ത് എന്നൊന്നും ഇല്ല. എന്നിട്ടുള്ള ഓരോ തെണ്ടിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ. മനസ്സിലാവണ്ട. അതങ്ങനെ ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൈനയാണോ ജപ്പാനാണോ എന്നറിയില്ല കേട്ടാ, ഒരു രാജ്യം, ചൈന ജപ്പാനോ ഇതിൽ ഏതോ ഒരു രാജ്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു 2 രാജ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ നാട്ടിൽ നിന്ന് ഒരാള് മറ്റൊരു രാജ്യത്തേക്ക് ടൂറിസ്റ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, മറ്റൊരു രാജ്യം വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ട് അവരെന്തെങ്കിലും തൊട്ടിത്തരം കാണിച്ച് തിരിച്ചു വന്ന് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നാൽ അവരവരുടെ സ്വന്തം രാജ്യത്ത് ജയിലിൽ കിടക്കേണ്ട ഒരു നിയമമുണ്ട് അവർക്ക്. കാരണം ആ ഒരാള് സ്വന്തം രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ആ ഒരു രാജ്യത്തിന് മുഴുവനായിട്ടാണ്. അപ്പം അവിടെ ചെന്ന് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ആ തെണ്ടിത്തരം അത് അവനെ മാത്രമല്ല ബാധിക്കുന്നത്, ആ രാജ്യത്തിനാണ് ബാധിക്കണേ. ഇന്നിപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും ബാധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഇന്ത്യക്ക് അയൽവക്കക്കാരായിട്ടുള്ള നേപ്പാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാനികളായിക്കോട്ടെ, ബംഗ്ലാദേശികളായിക്കോട്ടെ, ഇവർക്കൊക്കെ ബാധിക്കുന്നത് പോലെ ഒരാൾ ചെയ്ത തെറ്റിന് ഇവിടുത്തെ ആൾക്കാരെ അല്ലെങ്കിൽ ഓരോ വെള്ളക്കാരും അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരും വിലയിരുത്തുന്നത് അയാളെ മാത്രമല്ല ആ രാജ്യക്കാരെങ്ങനെയാണെന്ന് പറയണം. പക്ഷെ ആ രാജ്യക്കാർ 10 പേരെന്നുണ്ടെങ്കിൽ ആ 10 പേര് അതുപോലെ ആയിരിക്കില്ല. അതിലും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ അത് അവർക്കും ബാധിക്കും. അവരെയും ഇവിടെയുള്ള ആൾക്കാർ കാണുന്നത് നമ്മളെ കാണുന്ന ആ വൃത്തികെട്ട കണ്ണിൽ കൂടെ തന്നെയാണ് അവർ കാണുന്നത്. മനസ്സിലാവണ്ട. അതായത് ഇപ്പം ഞാൻ ജീവിക്കുന്ന ഈ മാൾട്ടയും ഇന്ത്യയും തമ്മിലൊന്നും യാതൊരു രീതിയിലൊന്നും എന്താ പറയാ, ഒരു രീതിയിലും ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല.
കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു അറിവും വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ തെണ്ടിത്തരങ്ങൾക്കാണ് നമ്മൾ ഇതൊക്കെ ബാധിക്കുന്നത്, നമ്മളെ ബാധിക്കുന്നത്. മനസ്സിലാവണ്ട. പക്ഷേ ഇത് നമ്മള് എന്താ ചെയ്യണ്ടേ? നമ്മളിത് മനസ്സിലാക്കി നമ്മൾ ഓരോ രാജ്യത്തും നമ്മൾ ജീവിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓരോ ദിവസം അതാത് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഷയിലല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ. ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ആൾക്കാർ എന്തായാലും മനസ്സിലാകുന്ന ആൾക്കാരായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക അല്ലേ? കുറച്ച് ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അവർക്ക് അത്യാവശ്യം അതാത് ദിവസത്തെ അപ്ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കാം. എന്താണ് ഈ ലോകത്ത് നടക്കണേ, എന്താണ് നമുക്കെതിരെ നടക്കണേ എന്നുള്ളതൊക്കെ നോക്കാം. പല ന്യൂസുകളിലും അവർ പേര് വെളിപ്പെടുത്തി, അതായത് ഇന്ത്യക്കാരെന്നും പാകിസ്ഥാനികളെന്നും നേപ്പാളികളെന്നും ബംഗ്ലാദേശികളെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അവർ പല കാര്യങ്ങളും ചെയ്യണേ. ഇത് കേൾക്കാണ്ട് ഓരോരുത്തന്മാര് തോന്നിയ പോലെ ഇവിടെ ജീവിക്കുന്ന ഒരു അവസ്ഥ വേണ്ട. തൊട്ടടുത്ത് കിടക്കുന്ന UK അല്ലെങ്കിൽ മറ്റുള്ള രാജ്യം ന്യൂസിലാൻഡ്, അതുപോലെ ജർമ്മനി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കാലോ. അപ്പം നമ്മൾ പറയും ഈ ജർമ്മനിയിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും മുസ്ലിംസ്, നിങ്ങൾ അങ്ങനെ ഒരാളെ മാത്രം എന്താ പറയുക, നമ്മൾ അവരെ മാത്രം നമ്മൾ പോയിന്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും ഈ UK ചെയ്ത് കാണിക്കുന്ന എന്താ? UK കൃഷ്ണ ജയന്തി വന്നാലും അവരവിടെ ആഘോഷിക്കും. ഗണപതി ജയന്തി വന്നാലും ആഘോഷിക്കും. അങ്ങനെ ഒരു ജയന്തി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടാ. സ്വന്തം രാജ്യം പോലെ അല്ല. നമ്മൾ അങ്ങനെ ജീവിക്കേണ്ട ആൾക്കാരല്ല. നമ്മൾ അവിടത്തേതായ രീതികളിൽ. പക്ഷെ അവരൊക്കെ തകർന്നു കേട്ടാ. ഇപ്പൊക്കെ UK കാനഡയിലൊക്കെ. ഇപ്പൊ കാനഡയിൽ ഇതേ പഞ്ചാബികള് അവിടുത്തെ പാർലമെന്റിൽ കയറി. UK പാർലമെന്റിൽ ഇതേ മുസ്ലിംസ് കയറി. അവര് എന്താ പറയാ, അവര് ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് പോലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്നാണ് അവര് അവിടെ മീറ്റിംഗ് പോലും തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് UK വന്നു തുടങ്ങി. മനസ്സിലാവുന്നുണ്ട്. അപ്പം അത്രത്തോളം അവർക്ക് പറ്റാണ്ട് അവർ തോറ്റുപോയി ഈ പറയുന്ന ഓരോ കാര്യങ്ങളുള്ളിലും. അതുപോലൊന്നും നമുക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് മലയാളികളുടെ ഭാഗത്തുനിന്ന്. അപ്പം അതെല്ലാവരും എന്നെ ആരും കാണാനുമില്ല, പിടിക്കാനുമില്ല, എനിക്കതിൽ സങ്കടവുമില്ല. ബട്ട് എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എറർ ഹാൻഡിലർ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതികളൊന്നും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാവരും ഒന്ന് മാറ്റിയാൽ അതൊരുപാട് മാറ്റങ്ങൾക്ക് അത് വഴി തെളിക്കും. അതെന്തുകൊണ്ട് തെളിയില്ല എന്നുള്ള കാര്യം തെളിയും, തീർച്ചയായിട്ടും തെളിയും. അപ്പം നിങ്ങളത് കാണണം, നിങ്ങളത് കേൾക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കണം, സമയത്ത് തന്നെ കേൾക്കണം. ഒരു സമയത്ത് ഞാൻ വരും നിങ്ങളുടെ മുമ്പിൽ, എൻ്റെ മുഖം കാണിച്ച് തന്നെ ഞാൻ വരും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ന്യൂസിൻ്റെ പുറകെയാണ് നമ്മുടെ നാട്ടുകാരോടനെ. ഇപ്പം അതേ ഒരു തൊപ്പി കേസ് വന്നിട്ടുണ്ട്, അതിൻ്റെ പിന്നാലെ ഓടുന്ന ആൾക്കാർ, അതിനെ മാത്രം ചെയ്യുന്ന ആൾക്കാർ. എന്ത് കാര്യമുണ്ട് ഇമ്മാതിരി വില കുറഞ്ഞ ഓരോ പരിപാടികൾ കാണാനും അതിൻ്റെ പിന്നാലെ പോവാനും? ഇനിയിപ്പോൾ അങ്ങനെ പോവാണെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അവൻ്റെ കാര്യം എന്ത് രീതിയിലാണ് അവൻ കാശുണ്ടാക്കിയിട്ടാണ് അവൻ ചെയ്യണത്. നാളെ അവൻ തിരിച്ചു വരും. ഇനി നമ്മളൊക്കെ അവർ ഊമ്പിക്കുന്നതാണെന്നുള്ളത് ആര് കണ്ടു? ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അവർ നമ്മളെ പറ്റിക്കുന്നതാണ്, നമ്മുടെ ആ ഒരു ശ്രദ്ധ നേടാനാണ് ഇവരിത് കാണിക്കുന്നത് എന്നുള്ളത് ആര് കണ്ടു? ഇങ്ങനെയുള്ള ന്യൂസുകളെക്കാട്ടും കൂടുതൽ നമ്മൾ അറിയേണ്ടതായ നമ്മുടെ ചുറ്റുവട്ടം, നമ്മൾ ഏത് രാജ്യത്താണ് ഇരിക്കണേ ആ രാജ്യത്തെ വിവരങ്ങളും, ആ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നമ്മളെ 4 സൈഡിലുള്ള രാജ്യങ്ങളുടെ വിവരങ്ങളും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു തൊപ്പിയുടെ പിന്നാലെ പോകാനും എന്നിപ്പോൾ എന്തോ അമ്മാ സംഘടനയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എല്ലാവരും രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ പോകാനും, അവരവിടെ നടക്കട്ടേന്നേ. നമ്മളിപ്പോൾ ആ നാട്ടിലല്ല ജീവിക്കണേ. നമ്മൾ ജീവിക്കുന്നത് വേറെ രാജ്യത്തല്ലേ. അവിടുത്തെ വിശേഷങ്ങൾ നമ്മളല്ല ആദ്യം അറിയണ്ടേ. എന്നിട്ട് വേണം നമ്മൾ പുറത്ത് പോകേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരു നേരം പോക്കിന് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ നോക്കാം. ഒരു രസം. മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക അഭിപ്രായം.
പിന്നെ അടി കിട്ടും, അടി കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്, അടി കിട്ടിയവരും ഉണ്ട്. നാളെ എന്നെപ്പോലെ ഈ ഒരു രാജ്യത്ത്, മാൾട്ട എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സേഫ് ആയിട്ടൊരു രാജ്യമാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. നാളെ ഇവിടെയും അങ്ങനെ ഒരു അവസ്ഥ വരും. ഇവരുടെ ഏറ്റവും വലിയ ബുദ്ധിക്കുറവ് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് റെഫ്യൂജീസ് ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ കുടിയേറി പാർത്ത ഒരുപാട് ആൾക്കാർ. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ചെറിയ പിള്ളേർ. അപ്പോൾ ഞാനൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവരോട് ജനിച്ചു വളർന്ന ആൾക്കാരാണ്, മനസ്സിലാവണ്ട. അവർക്ക് ഇനിയിപ്പോൾ സിറിയയിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയ്ക്കായി. അവിടുത്തെ മന്ത്രിമാരൊക്കെ മാറി, പുതിയ ഭരണഘടനയൊക്കെ വന്നു. അവർക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം. ഈ സിറിയ വെൽക്കം ചെയ്യുകയും ചെയ്തു, നിങ്ങൾക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും പോണ്ട. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ചിന്തിക്കണില്ല. ഈ പറയുന്ന ഇന്ത്യക്കാരാണെന്നുള്ള ആരാണെന്നുണ്ടെങ്കിലും, സംഭവം കുണ്ണത്തരങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും, ഒരു കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ തിരിച്ചു പോകും നമ്മുടെ നാട്ടിലേക്ക്. പക്ഷേ ഇങ്ങനെ വരുന്ന റെഫ്യൂജീസൊന്നും ഒരു കാലത്തും തിരിച്ചു പോകില്ല. അവരിവിടെ നിന്ന് പട്ടി പറഞ്ഞ പോലെ പിള്ളേരെ ഉണ്ടാക്കി അവരവരുടെ നിയമങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ മതങ്ങളും അവരുടെ ആചാരങ്ങളും അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണേ. അവർക്കിവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. അവർ വന്ന് ഞാൻ കാണുന്നതാണ് അവർ വണ്ടി ഓടിച്ച് പോകുന്നത്. അവർക്ക് ലൈസൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ ആരെങ്കിലും അവർ നോക്കാണെന്ന് പോലും അറിയില്ല. പക്ഷെ ഇവിടെ നടന്നു പോകുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതൊന്നല്ല നമ്മുടെ പ്രശ്നം. നമ്മളെങ്ങനെ ഇവിടെ ജീവിക്കുന്നു, നമ്മളെങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതും. അത് ഓരോ വ്യക്തിയും ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത്, ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാൾട്ടീസുകാരൻ വന്നു. എവിടെയാന്ന് ചോദിച്ചു. ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നാന്ന് മനസ്സിലായി. ഇന്ത്യയിൽ എവിടുന്നാ? കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. നീ സംസാരിക്കുന്ന ഭാഷ അങ്ങനെ അവൻ പറഞ്ഞു. അതന്നെ മലയാളം. ആ അതന്നെ. എൻ്റെ കൂടെ 13-14 പേര് മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്, മിടുക്കന്മാര്. അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, മെയിൻ്റനൻസ് ആണ്. കൺസ്ട്രക്ഷൻ സംബന്ധമായ എല്ലാം ഉണ്ട്. പ്ലംബിങ്, പ്ലാസ്റ്ററിങ്, ഇലക്ട്രിക്കൽ വർക്ക്, എല്ലാ വർക്കും ആൾ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞാൽ, ഞാൻ അവരോട് ഇവിടെയുള്ള ഒരാൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമാണ്, ഒരു അരപ്പണി ചെയ്യാനായിട്ട് ഒരു ദിവസമാണ്. പക്ഷെ നിങ്ങളുടെ ആൾക്കാരോട് പറയാണ്, നിങ്ങൾക്ക് എപ്പോഴാണ് പണി കഴിയണേ, നിങ്ങളോട് പറഞ്ഞ പണി എപ്പോഴാണ് കഴിയണം, അപ്പം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിടുക്കന്മാർ നേരത്തെ പോയി കസ്റ്റമറുടെ അടുത്ത് പോയി പണിയും കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കും, കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. പണി കഴിഞ്ഞ് അവർ നേരത്തെ വീട്ടിൽ പോകും. മിടുക്കന്മാരാന്ന് പറഞ്ഞത്. അതിലൊരുത്തൻ എന്തോ കാര്യത്തിന് നാട് മാറി, അതായത് ഈ മാൾട്ട മാറി വേറെ അങ്ങോട്ട് പോകാന്നുള്ളപ്പോൾ അവനോട് ചോദിച്ചു, എന്തിനാ നീ പോണേ? അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറയാണ്, നിനക്ക് വേണ്ട സാലറി മറ്റുള്ള കാര്യങ്ങൾ ഞാൻ തരാം, നീ ഇവിടെ നിൽക്ക്. അപ്പം നമ്മുടെ കയ്യിൽ മിടുക്കന്മാരല്ലാണ്ടല്ല, നമ്മൾ മിടുക്കന്മാർ തന്നെയാണ്, നമ്മൾ മലയാളികളും മിടുക്കന്മാർ തന്നെയാണ്, പൊട്ടന്മാരെന്നല്ല. പക്ഷേ നമ്മൾ മിടുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയണത്. ഒരു വിവേചന ബുദ്ധി നമുക്ക് വേണം. ഒരു വിവേകത്തോടു കൂടിയും, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പരിസരത്ത് ഒരു 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 സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പാലിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് പാലിച്ച് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പാലിച്ച് ജീവിക്കാനായിട്ട് ആരും മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. നമുക്ക് ഭംഗിയുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ സ്വഭാവം കൂടി ഭംഗിയാവണം. ഇനി നമ്മൾ നല്ല ഭംഗിയോട് കൂടി നടക്കണം, നമ്മുടെ സ്വഭാവം നല്ലതല്ലെങ്കിലോ? പക്ഷെ നമ്മുടെ സ്വഭാവം നല്ലതാണെന്നും നമുക്ക് ഇച്ചിരി ഭംഗിയില്ലെങ്കിലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി നമുക്ക് ഇച്ചിരി ഭംഗിയുണ്ട്, നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവില്ല. അതും വലിയ സന്തോഷമല്ലേ? ഭംഗി വേണം. അത് നമുക്ക് ആന്തരികമായിട്ടും ബാഹികമായിട്ടും ആ ഭംഗി ഉണ്ടെങ്കിലേ ആ ജീവിതത്തിനൊരു സുഖം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരുടെ ആക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. പക്ഷെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഹേറ്റേഴ്സ് ഒരിക്കലും നമുക്കൊരു രസം തരില്ല. ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ വളരെ ക്രീപ്പി തിങ്സ് ആയിട്ട് നോക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും സന്തോഷം ഉണ്ടാവും അന്നൊരു രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ? ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എറർ ഹാൻഡ്ലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് യുവർ ബ്രെയിൻ എല്ലാ രീതിയിലും. നമ്മുടെ ജോലി സ്ഥലത്ത് മാത്രമല്ല, പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലാത്ത നമ്മൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പിലും യൂസ് യുവർ ബ്രെയിൻ.
ഞാൻ എൻ്റെതായ ഒരു ക്വാട്സ് അല്ല, ഒരു എന്താ പറയുക, ഒരു പാലിക്കേണ്ട ഒരു നിയമം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കുക. അത് നമ്മുടെ ആൾക്കാരുടെ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനോടും. അത് നമുക്ക് നാളത്തേക്ക് നമുക്ക് ഉപകാരം ചെയ്യും. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിനെ നമുക്ക് ഒരുപാട് ഭംഗിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കണക്ഷൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ലോസസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കേട്ട് നോക്ക്. എറർ ഹാൻഡിലർ നിർത്താണ്. എല്ലാ ദിവസവും വരും ഇതുപോലെ ഓരോ വിഷയങ്ങളായിട്ട്. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. നിങ്ങൾ ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് കെയർ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. എറർ ഹാൻഡലർ ഇവിടെ നിർത്താണ്. നാളെ നമുക്ക് തിരിച്ചു വരാം.